ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ നമ്മുടെ ദേവിയാണെങ്കിൽ നന്ദൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. വീണ്ടും CPയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. മുൻപാണെങ്കിൽ ഞാൻ അരുന്ധതി മേഡത്തോട് ഒരു കാര്യം പറയാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നന്ദുവിനാണെങ്കിൽ ഒരുപാട് പേരോട് വിരോധവും വൈരാഗ്യവും ഉണ്ടെങ്കിലും അരുന്ധതി മേഡത്തെ ഉറപ്പായിട്ട് ഇല്ലാതാക്കുമെന്ന് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ അറിയിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളാണെങ്കിൽ എല്ലാവരും കൂടെ രഹസ്യമായിട്ട് ഈ ഒരു ഋഷി കൊലപാതക കേസ് അന്വേഷിക്കുമ്പോൾ, അതായത് CBI അടക്കം എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ രഹസ്യ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു റസാഖ് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഋഷിയെ രാത്രി കണ്ട കാര്യം വന്നു പറഞ്ഞിട്ടുണ്ട്. ഋഷി ജീവനോടെ ഉണ്ടെന്നാ പറയണേ. അത് കേട്ടിട്ട് CPക്ക് അത് വലിയൊരു ഷോക്കാവാണ്. അയാളുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ തന്നെയാണ് ദേവിക അങ്ങനെ അയാളോട് ചോദിക്കുന്നത്. ആ സമയത്ത് അയാൾ ഇങ്ങനെ ഉരുണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഈ നന്ദൻ സാറാണെങ്കിൽ പറഞ്ഞതല്ലേ ഈ ഋഷിയെ കൊന്നൊന്ന്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നന്ദനാണെങ്കിൽ വെറുതെ ഏറ്റതെടുത്തതാവാം. ഇതിപ്പോൾ ജഡ്ജിയും മറ്റും കേസൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. എനിക്കെന്തോ ആ ഒരു സംശയം പോലെ, കാരണം ഋഷിയെ കണ്ടവരുണ്ട്. അത് കേട്ട് CPക്ക് ഷോക്കാവാണ് കേട്ടോ. അയാൾ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. അരുന്ധതി ദേഷ്യപ്പെടുകയാണ്. ഋഷിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് നീ എങ്ങോട്ടെങ്കിലും മാറിപ്പോകാനായിട്ട്. പക്ഷേ നീ കേട്ടില്ല. ഇതിപ്പോൾ വീടടക്കം എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയാണ്. ചന്ദ്രോത്തുകാർക്ക് വെച്ച കണി, പക്ഷേ കൊള്ളുന്നത് നമുക്കാണല്ലോ. ആ സമയത്ത് തന്നെ ആ ഇസബല്ലയും വിളിച്ച് വരുത്തുന്നുണ്ട്. ഇസബല്ലയോടും പറയുന്നുണ്ട്, ദേ ഇവൻ ഒറ്റ ഒരുത്തം കാരണം ഞാനും കൂടെ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, ദേവിക പറഞ്ഞുവെന്ന്, ഋഷിയെ കണ്ടുവെന്ന്. ഋഷി ജീവനോടെ ഇരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളിങ്ങനെ സ്ട്രോങ് ആയിട്ട് കാര്യം പറഞ്ഞത്. അത് കേട്ടിട്ട് ഇസബല്ലയുടെ മുഖഭാവം മാറുകയാണ്. ഋഷി, ഇനി നീ എങ്ങോട്ടെങ്കിലും മാറുന്നതാ നല്ലതെന്ന് പറയുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊരു ഐഡിയയാണ്. ഈ ഒരു സമയത്ത് ഋഷി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഉറപ്പായിട്ടും ഋഷിയെയും തന്നെയും എല്ലാവരും കൂടെ പ്രതിയാക്കും. അതൊരിക്കലും പാടില്ല. അതിനു മുൻപ് തന്നെ ഋഷിയുടെ ജീവൻ കളയണം. ഋഷി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ആ ഒരു പ്ലാനോടുകൂടെ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഋഷി ഞാൻ പറയുന്ന അനുസരിക്ക് മറ്റൊരിടത്തേക്ക് മാറൂ, ഞാൻ തന്നെ പറയാം അങ്ങോട്ട് മാറി. തിരിച്ചു വരുന്ന ആ ഒരു സമയം ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഋഷി പക്ഷേ സ്ട്രോങ് ആണ്. അവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോകില്ല, ഞാൻ എന്തിനാ വിളിക്കണേ, എന്തായാലും ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറി പോലീസുകാർ അന്വേഷണം ഒന്നും നടത്തുകയില്ല. അങ്ങനെ എന്തെങ്കിലും നടത്തിയാൽ അവരെല്ലാവരും കുടുങ്ങുമെന്നുള്ള കാര്യം അറിയാം. ഇതിപ്പോൾ കുട്ടിക്കളിയല്ല, നീ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. ദേവിക ഇടപെട്ടതോടുകൂടെ നന്ദനാണെങ്കിൽ ഈ കേസിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് അരുന്ധതി അറിയിക്കുകയാണ്. ദേവിക ഇങ്ങനെ അരുന്ധതി ഒക്കെ പറയുന്നതൊന്നും ഇസബല്ലയ്ക്ക് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ സഹിക്കുന്നതുമില്ല. അതിനിടയ്ക്ക് കെവിനും ഭയങ്കരമായിട്ട് സങ്കടം ഭാവിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഋഷി മാറിയാലേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും ഇതിനകത്താവും. ആ സമയത്ത് അവനാണ് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു ട്രാപ്പാണ് കേട്ടോ. ഇവൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം. എന്തായാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ദേവിയേക്ക് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. ഇവൻ പുറത്തിറങ്ങുന്ന ആ ഒരു സമയത്ത് പോലീസ് വരികയും ചെയ്യും, ഇവനെ പൊക്കുകയും ചെയ്യും. അതൊക്കെ തന്നെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇത് 1000 എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ട്വിസ്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. അത് ഒരു വല്ലാത്തൊരു ഗംഭീരൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും. എന്നാൽ ഈ ദേവികയാണെങ്കിൽ നന്ദനെ സുരക്ഷിതമായിട്ട് യസ്താപ്പൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന കാര്യം പ്രഭാവതി അറിയുന്നുണ്ടല്ലോ. അവർക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലും രജനിയോടൊപ്പം നിന്നിട്ട് എല്ലാവരെയും തള്ളിപ്പറഞ്ഞു, കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ച് ദേവിക ഈ ഒരു കേസിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവളോടാണെങ്കിൽ ആകെ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല സത്യം. തൻ്റെ മരുമകൾ തന്നെയാണ് തൻ്റെ മകനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ദേവികയെ കാണാനായിട്ട് പോവുകയാണ്. ദേവികയോട് പറയുന്നുണ്ട്, മോളെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ല, കാരണം അത്രമാത്രം ഞാൻ നിങ്ങളോടൊക്കെ തെറ്റ് ചെയ്തു. എന്തായാലും ഇപ്പോഴും എൻ്റെ മോൻ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. അതിന് കാരണക്കാരി നീയാണ്. അവൻ നേരെ ജയിലിലാണ് പോയിരുന്നതെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവും ഉണ്ടാവില്ലായിരുന്നു. നീറി ഞാനിവിടെ ഇരുന്നേനെ. പക്ഷെ ഇത് കണ്ടില്ലേ, അവൻ സേഫായിട്ട് യസ്താപ്പൻ്റെ വീട്ടിലുണ്ട്. അത് കേട്ടിട്ട് ദേവിക പറയുന്നുണ്ട്, അത് എനിക്ക് അങ്ങനെയെങ്കിൽ ഇവിടെ വെച്ച് ഒന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ നന്ദു മരിച്ചു എന്നുള്ളൊരു വാർത്ത ആരൊക്കെയോ ചേർന്നിട്ട് സ്പ്രെഡാക്കി. അതായത് കെവിൻ ഇവിടെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞില്ലേ,
അതിനുശേഷമാണ് എനിക്ക് നന്ദുവിനെ കാണണമെന്ന് ഒരിക്കൽ കൂടെ തോന്നിയതും ഞാൻ അങ്ങോട്ട് പോയതും. അതിനുശേഷം നിങ്ങളോട് കാര്യം പറയാമെന്ന് തോന്നി. കാരണം അമ്മ ഇങ്ങനെ നന്ദുവിനെ കാണാതെ ഹൃദയം പൊട്ടി കരയുന്നത് എനിക്ക് എത്ര സമയം നോക്കി നിൽക്കാനാവും അമ്മേ. അത് കേട്ടിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, സാരമില്ല മോളെ, നന്ദുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്. അമ്മയ്ക്ക് സന്തോഷമായി. അതേസമയം ശാരികയുടെ വീട്ടിലും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. അങ്ങനെ നന്ദനെ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ഏക വഴി. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ രാപ്പകൽ എന്നില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊന്നും ഞാൻ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജീവിക്കണമെന്നൊക്കെ ദേവിക പറയുന്നുമുണ്ട്. ഇനി എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മകൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും. പക്ഷേ ഋഷിയുടെ മരണം സംഭവിച്ചല്ലോ മോളെ എന്നൊക്കെ ഈ പ്രഭാവതി പറയുന്നുമുണ്ട്. ആ സമയത്ത് ദേവിക പറയാണ്, അമ്മേ, ഈ ഒരു കേസിൽ ആരൊക്കെയാണോ ഇൻവോൾവ് ആയത് അവരെല്ലാവരും നമുക്ക് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം. അത് കേട്ടിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, മോൾ ഉദ്ദേശിക്കുന്നത് ആ ഇസബെല്ലയും കെവിനെയാണെന്നറിയാം. പക്ഷേ അവർക്ക് എന്തറിയാം? അവർക്കൊക്കെ പലതും അറിയാമേ. എന്തായാലും നന്ദുവിനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അതായത് നന്ദുവിനെ ആരൊക്കെയാണോ കുഴിയിലാക്കാൻ നോക്കിയത് അവരെ ഉറപ്പായിട്ടും ഞാൻ ശിക്ഷയ്ക്ക് തന്നെ ചെയ്യും. അവർക്കുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എനിക്ക് മോളെ വിശ്വാസമാണ്. ഇനി നീ എന്ത് വേണേലും ചെയ്തോളൂ. ഈ അമ്മ കൂടെ നിൽക്കാം. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഇനി ഉണ്ടാവും. ഇനി ഒരിക്കലും ഞാൻ മോളെ കുറ്റപ്പെടുത്തില്ല എന്ന് പതിവ് പോലെ തന്നെ പ്രഭാവതി പറയുന്നുമുണ്ട്. പക്ഷെ അരുന്ധതി ആണെങ്കിൽ വാലിന് തീ പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കെവിൻ ആണെങ്കിൽ ഇസബെല്ലോട് പറയുന്നുണ്ട്, കണ്ടില്ലേ, നന്ദനെ ആരോ കണ്ടിട്ടുണ്ട്, ഋഷി ആരോ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ദേവിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇസബെല്ല പറയുന്നുണ്ട്, അവൾ അതിബുദ്ധിമതിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ ഒരു കാര്യം പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴും നന്ദൻ അവളുടെ കസ്റ്റഡി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവളിങ്ങനെ സ്ട്രോങ് ആയിട്ട് CPയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ആരോടും പറയാത്ത ആ ഒരു രഹസ്യം, ഋഷിയെ കണ്ടു എന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാഫ് പറഞ്ഞ രഹസ്യം അവൾ എന്തിനും CPയോട് മാത്രമായിട്ട് പറയണം. ഇക്കാര്യം അവിടെ വന്നിട്ട് ഋഷി അറിയണം. അങ്ങനെ എന്തൊക്കെ തന്നെയാണ് അവളുടെ പ്ലാൻ. പക്ഷേ ഇതൊക്കെ ഒന്നും വർക്കൗട്ട് ആകാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഋഷി ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല. കെവിൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക്, സംശയം തോന്നിയ സ്ഥിതിക്ക് പോലീസർ വരികയും ചെയ്യും, അരുന്ധതി മാഡത്തിൻ്റെ വീട് സെർച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്ലാൻ എല്ലാം പൊളിയും. അത് ശരിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഋഷി ഒരിക്കലും അവരുടെ മുന്നിൽ കാണാനായിട്ട് പാടില്ല. എന്തായാലും നന്ദുവിനെ എനിക്ക് തന്നെ വേണം. ദേവിക ഇപ്പോൾ തന്നെ നന്ദുവിനെ തിരിച്ചു പിടിക്കാനുള്ള ഓരോ വഴികൾ ചെയ്തു തുടങ്ങി. അതുകൊണ്ടൊക്കെ പറയാണ്, നന്ദുവിനെ വിട്ടൊരു കളി എനിക്കില്ല. എന്തായാലും നന്ദുവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഒരു ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. അവിടെ ദേവികയ്ക്കോ നന്ദനോ ഋഷിക്കോ യാതൊരുവിധ സ്ഥാനമില്ല. എൻ്റെ ലക്ഷ്യമാണെങ്കിൽ സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് ഞാൻ ഋഷിയെ കൂടെ കൂട്ടിയത്. അതുകൊണ്ടൊക്കെ ഋഷിക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നന്ദനെ ഞാൻ വീണ്ടെടുക്കുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇവൾ പറയുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും ഒന്നും നടക്കില്ല. ഋഷി പുറത്തിറങ്ങട്ടെ, അപ്പോൾ കാണാം ബാക്കി വിശേഷം. എന്തായാലും വീണ്ടും കാണും. നമ്മളെ ഈ ബാക്കിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് മോരുകറിയാണ് കേട്ടോ. അതായത് ഒരു പാത്രത്തിലാണെങ്കിൽ തൈര് എടുക്കുക, എന്നിട്ട് അതിൽ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കടുക് താളിക്കാനായിട്ട് കടുകും കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ ഉലുവയും, ഇത്രയൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കടുക് താളിച്ചിട്ടിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തൈരെടുത്ത് ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു തൈര് കറി റെഡി. സിമ്പിൾ.